ഹലോ എവ്രി വൺ, വെൽക്കം ടു JM അക്കാദമി. OET ലിസണിങ്ങിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പാർട്ട് സിയുടെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്വാണ്ടിഫയേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ പാർട്ടിലും ലിസണിങ്ങിൻ്റെ ആണെങ്കിലും റീഡിങ്ങിൻ്റെ പാർട്ട് എയിൽ വരെ നമുക്ക് ക്വാണ്ടിഫയേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് കാണാറുള്ളതാണ്. ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റീനെ റെഫർ ചെയ്യാനായിട്ടുള്ള വാക്കുകളാണ്. അതായത് നമ്മൾ പറയുന്ന ലോട്ട്, സെവറൽ, മച്ച്, മെനി, അതുപോലെ തന്നെ ലിറ്റിൽ ബിറ്റ് ഓഫ്, ഫ്യൂ, ഗ്രേറ്റസ്റ്റ്, മോർ, ഇതെല്ലാം ക്വാണ്ടിഫയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ക്വാണ്ടിഫയർ ഉണ്ട്. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് ക്വാണ്ടിഫയേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇതിനകത്തെ ക്വാണ്ടിഫയർ എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്: ലയൺ സീസ് ദ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം വിത്ത് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ് ഫോർ പ്ലസ് സൈസ്ഡ് പേഷ്യൻസ് ഇസ് ഓഫൺ ദാറ്റ്. അപ്പോൾ ലയൺ പറഞ്ഞതനുസരിച്ച് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുള്ളൊരു ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം, അതായത് പ്ലസ് സൈസ്ഡ് പേഷ്യൻസിന് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം എന്താണെന്നാണ് ലയൺ പറയുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വാണ്ടിഫയർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഗ്രേറ്റസ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വാണ്ടിഫയർ. ഓക്കെ, ക്വാണ്ടിഫയേഴ്സ് പലതരത്തിലുണ്ട്. ഫ്യൂ, ലിറ്റിൽ, ഗ്രേറ്റസ്റ്റ്, മോസ്റ്റ്, മോർ, ഇതൊക്കെ ക്വാണ്ടിഫയേഴ്സ് ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് ക്വാണ്ടിഫയർ ഏതാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഇവിടെ 3 ഡിഫറെൻറ്റ് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ലിമിറ്റഡ് റേഞ്ചസ് അവൈലബിൾ ഫോർ ഹോസ്പിറ്റൽസ് ടു ചൂസ് ഫ്രം. അതായത് ഹോസ്പിറ്റൽസിന് ചൂസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ലിമിറ്റഡ് ആണെന്നാണ്. അതായത് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് വളരെ ലിമിറ്റഡ് ആണെന്നുള്ള ഒരു പ്രോബ്ലം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രോബ്ലം, ഹോസ്പിറ്റൽസ് ലാക്ക് ദ റിസോഴ്സസ് ടു ഇൻവെസ്റ്റ് ഇൻ ദ ക്വാണ്ടിറ്റീസ് നീഡഡ്. അതായത് ക്വാണ്ടിറ്റീസ്, ആവശ്യമായ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു റിസോഴ്സസ് ഹോസ്പിറ്റൽസിന് ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോബ്ലം. മൂന്നാമത്തെ ഓപ്ഷൻ, ദ ഫിസിക്കൽ ലേ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽസ് കാൺഡ് അക്കോമഡേറ്റ് ദം ഈസിലി. അപ്പം സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ് ഈസിലി അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിൻ്റെ ഫിസിക്കൽ ലേ ഔട്ട് ഒരു പ്രോബ്ലം ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 3 ഇഷ്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇഷ്യൂസിൽ നമ്മളുടെ ക്വാണ്ടിഫയർ വെച്ചിട്ട് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ, അതായത് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രോബ്ലം ഏതാണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ലിസണിങ്ങിൻ്റെ പാർട്ട് സിയിൽ ഓരോ ക്വസ്റ്റ്യൻസും ഓരോരോ രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യന് വേറൊരു ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം എന്താണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആൻസർ ചെയ്യാനായിട്ട് ആദ്യം ഞാനിവിടെ ഓഡിയോ പ്ലേ ചെയ്യാണ്. അതിനുശേഷം എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പം ഞാൻ ഈ പ്ലേ ചെയ്യുന്ന ഓഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആൻസേഴ്സ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, And specialized equipment is available? It's not that the equipment doesn't exist. There are specialist versions of most things, from hoists to mobility aids to commodes. The problem is getting hold of these things in many hospitals. That's partly because traditionally it hasn't been a priority for funding, and policies haven't kept pace with changes in society. But there are other issues here too. What really causes headaches is where you can order, say, a large bed, but the doors, corridors and stairs aren't wide enough to get it to you. Many older hospitals weren't designed with the needs of plus-size people in mind. So even if you get the large bed in place, is there enough space for patients and staff to move around easily, and so on? ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ഓഡിയോ ഇവിടെ കേട്ട് കാണും. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഓഡിയോയിൽ പറഞ്ഞിരുന്നതെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആദ്യം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്: ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദ എക്യുപ്മെൻറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. There are specialist versions of most things, from hoists to mobility aids to commodes. അതായത് എക്യുപ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല അവരവിടെ പറയുന്നത്, എക്യുപ്മെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഹോയിസ്റ്റ്, മൊബിലിറ്റി എയ്ഡ്സ്, കൊമോഡ്സ് എല്ലാം ഉണ്ടെന്നാണ്. അതായത് ഓപ്ഷൻ എ നമുക്ക് നോക്കിയാൽ അറിയാം, ലിമിറ്റഡ് റേഞ്ചസ് അവൈലബിൾ എന്നാണ്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള റേഞ്ച് ലിമിറ്റഡ് ആണെന്നാണ് ഓപ്ഷനിൽ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അവരവിടെ എടുത്ത് പറയുന്നത്. അതൊരു പ്രോബ്ലം ആയിട്ട് അവിടെ പറയുന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി അവർ പറയുന്നുണ്ട്, ദ പ്രോബ്ലം ഈസ് ഗെറ്റിംഗ് ഹോൾഡ് ഓഫ് ദീസ് തിങ്സ് ഇൻ മെനി ഹോസ്പിറ്റൽസ് എന്നവിടെ പറയുന്നുണ്ട്. ദറ്റ്സ് പാർട്ട്ലി ബിക്കോസ് ട്രഡീഷണലി ഇറ്റ് ഹാസൻറ്റ് ബീൻ എ പ്രയോറിറ്റി ഫോർ ഫണ്ടിങ് ആൻഡ് പോളിസീസ് ഹാവൻറ്റ് കെപ്റ്റ് പേസ് വിത്ത് ചേഞ്ചസ് ഇൻ സൊസൈറ്റി.
അപ്പോൾ അവിടെ പറയുന്ന ഒരു പ്രോബ്ലം ആണ്, അവിടെ ഫണ്ടിങ്ങിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതായത് ഇൻവെസ്റ്റിൻ്റെ ഒക്കെ ഒരു സിനോണിമാണ് അവിടെ ആ പറയുന്ന കാര്യം അല്ലേ. അതൊരു പ്രോബ്ലം ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് അത് ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ആയിട്ടാണോ പറയുന്നതെന്നുള്ളത്. അതായത് നമ്മുടെ ഗ്രേറ്റസ്റ്റിൻ്റെ, അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ക്വാണ്ടിഫയറിൻ്റെ സിനോണിം പറയുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ബട്ട് ദർ ആർ അതർ ഇഷ്യൂസ് ഹിയർ ടു വാട്ട് റിയലി കോസസ് ഹെഡ് ഏക്ക് ഈസ്. അപ്പം ശരിക്കും തലവേദന തരുന്ന ഒരു കാര്യം അതെന്തിൻ്റെ സിനോണിമാണ്? ഗ്രേറ്റസ്റ്റ് പ്രോബ്ലത്തിൻ്റെ സിനോണിമാണ്. യെസ്, വേർ യു ക്യാൻ ഓർഡർ സേ എ ലാർജ് ബെഡ് ബട്ട് ദ ഡോർസ്, കോറിഡോർസ് ആൻഡ് സ്റ്റെയേഴ്സ് ആറൻറ്റ് വൈഡ് ഇനഫ് ടു ഗെറ്റ് ഇറ്റ് ടു യു. നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും, ഡോർസും കോറിഡോർസും സ്റ്റെയേഴ്സും ഒന്നും വൈഡ് അല്ല. അപ്പോൾ അതെന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഫിസിക്കൽ ലേ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം എന്ന് അവിടെ എടുത്തു പറയുന്ന കാര്യം ഇതായതുകൊണ്ട് ആ ഡോർസ്, കോറിഡോർസ്, സ്റ്റെയേഴ്സ് വൈഡ് അല്ല എന്ന് പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ താഴോട്ട് വരുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് മെനി ഓൾഡർ ഹോസ്പിറ്റൽസ് വെയറൻറ്റ് ഡിസൈൻഡ് വിത്ത് ദ നീഡ്സ് ഓഫ് പ്ലസ് സൈസ് പീപ്പിൾ ഇൻ മൈൻഡ്. So even if you get the large bed in place, is there enough space for patients and staff to move around easily and so on. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും തലവേദന തരുന്നതായിട്ട് പറയുന്നത്. അപ്പം മറ്റു പ്രോബ്ലംസ് അവിടെ പറയുന്നുണ്ടെങ്കിലും, അതായത് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നുണ്ട്, സെക്കൻഡ് ഓപ്ഷൻ പറയുന്നുണ്ട്, തേർഡ് ഓപ്ഷനും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ക്വാണ്ടിഫയർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്, ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം എന്നുള്ളതായതുകൊണ്ട് നമ്മൾ വാട്ട് റിയലി കോസസ് ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് വരുന്നതാണ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ക്വാണ്ടിഫയേഴ്സിൻ്റെ പ്രത്യേകത. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു ക്വാണ്ടിഫയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പെർട്ടിക്കുലർ മെത്തേഡ് കാണും, ഒരു പെർട്ടിക്കുലർ രീതിയിലായിരിക്കും അതിൻ്റെ ഓഡിയോയിൽ ആൻസർ കൊടുത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ഇങ്ങനെ കൊടുത്ത് വേറൊരു ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അവർ കൊടുക്കുന്നത്, ആ ക്വസ്റ്റ്യൻ ടൈപ്പിനനുസരിച്ചാണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ഒരു ക്വാണ്ടിഫയർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ആ ഓഡിയോയിൽ നിന്ന് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് തമ്മിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. എല്ലാം അവിടെ പറയുന്നത് പോലെയും അല്ലെങ്കിൽ ഒന്നും അവിടെ പറയാത്തത് പോലെയൊക്കെയുള്ള ആ ഒരു സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.